പ്രിയമുള്ളവരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജോൺസൺ പറമ്പേട്ട്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ ദൈവസ്നേഹം പകർന്നു നൽകുന്ന അനേകം സംഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ദൈവസ്നേഹ അനുഭവം ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് വളരെ ഹൃദയസ്പർശിയായി അനുഭവപ്പെടുന്നത്. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മദർ തെരേസ ജീവിച്ചിരുന്നപ്പോൾ സംഭവിച്ചതല്ല, മരണശേഷം ഉള്ള ഒരു കഥയാണ്. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിച്ച് മരണത്തെ മുഖാഭിമുഖം ദർശിച്ചു കഴിയുമ്പോൾ മരണശേഷം ഓരോ മനുഷ്യനും ഒരു യാത്ര അനിവാര്യമാണ്. ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിച്ചവർ സ്വർഗത്തിലേക്കൊരു യാത്ര ചെയ്യുന്നു. ഭൂമിയിൽ തിന്മ ചെയ്ത് ജീവിച്ചവർ നരകത്തിലേക്കൊരു യാത്ര ചെയ്യുന്നു. ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിച്ചവരാണെങ്കിൽ കൂടിയും അവരിൽ എന്തെങ്കിലും പാപത്തിൻ്റെ കറകൾ കഴുകി ശുദ്ധമാക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് നീക്കം ചെയ്യുന്നതിനാൽ അപ്രകാരമുള്ളവർ ശുദ്ധീകരണ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. എപ്രകാരമാണെങ്കിലും ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും മരണശേഷം ഒരു യാത്ര അനിവാര്യമാണ്. ഇപ്രകാരമുള്ള മദർ തെരേസയുടെ യാത്രയാണ് ഈ കഥയുടെ പ്രതിപാദ്യ വിഷയം. മദർ തെരേസ മരണശേഷം ഇപ്രകാരം സ്വർഗത്തെയോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെയോ അല്ലെങ്കിൽ നരകത്തെയോ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. മദർ തെരേസയുടെ ഈ യാത്ര മുന്നോട്ട് നീങ്ങുന്നത് ഇടുങ്ങിയ ഏതാണ്ടൊരു തുരങ്ക സമാനമായ ഒരു വഴിയിലൂടെയാണ്. മദർ തെരേസയുടെ മുൻപിൽ കുറേ അധികം ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. അവരെല്ലാം മദർ തെരേസ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ മരണപ്പെട്ടവരാണ്. മദർ തെരേസയുടെ പുറകിലും കുറേയധികം ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. അവരെല്ലാം മദർ തെരേസയുടെ മരണത്തിന് ശേഷമുള്ള തൊട്ടടുത്ത നിമിഷങ്ങളിൽ മരണപ്പെട്ടവരാണ്. എന്നാൽ മദർ തെരേസയോടൊപ്പം ഒരു വ്യക്തി സഞ്ചരിക്കുന്നുണ്ട്. ആ വ്യക്തി ഏകദേശം ഒരു 25 വയസ്സ് പ്രായമുള്ള ഒരു യുവാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് തപൻ എന്നാണ്. അദ്ദേഹം കൽക്കട്ടക്കാരനാണ്. ഒരേ ദിവസം ഒരേ സമയം ഒരേ സ്ഥലത്ത് നിന്ന് ഇവരുടെ രണ്ടുപേരുടെയും മരണം സംഭവിച്ചതിനാലാണ് മരണശേഷമുള്ള ഇവരുടെ യാത്രയും ഒന്നിച്ചാകുവാൻ ഇടയായത്. രണ്ടുപേരും കൽക്കട്ടയിൽ തന്നെ ജീവിച്ചിരുന്ന ആളുകളാകിയാൽ തന്നെ മദർ തെരേസയെ ലോകം മുഴുവൻ അറിയുന്നത് പോലെ തന്നെ ഈ കൽക്കട്ടയിലുള്ള തപനും മദറിനെ കുറിച്ച് കേട്ടിരുന്നു. മദറിനെ കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യാമായിരുന്നു. എങ്കിലും മദറിനെ ഒരിക്കലും നേരിട്ട് കാണുവാനായിട്ട് തപൻ പരിശ്രമിച്ചിരുന്നില്ല. ഇപ്രകാരം തന്നെ തപനെക്കുറിച്ചും കൽക്കട്ടയിലുള്ള ആളെന്ന നിലയിൽ മദർ തെരേസയ്ക്ക് അറിയാമായിരുന്നു. മദർ അറിയാനുള്ള കാരണം ഈ തപൻ ജീവിച്ചിരുന്ന സമയക്കാലത്ത് ആ നാട്ടിലെ ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ തലവനായിട്ടാണ് ജീവിച്ചിരുന്നത്. കൊലയും കൊള്ളയും അക്രമവും മോഷണവും പിടിച്ചുപറിയും എന്ന് വേണ്ട അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു ജീവിത രീതിയായിരുന്നു ഈ തപൻ പിന്തുടർന്നിരുന്നത്. അതിനാൽ തന്നെ തപൻ്റെ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾക്കും വിധേയരായിട്ടുള്ള പലരും മദറിൻ്റെ സഹായം തേടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് മദർ തപനെക്കുറിച്ച് അറിയുവാൻ ഇടയായിട്ടുള്ളത്. നേർവഴിക്ക് നയിക്കുവാൻ തപനുമായി ഒരു കൂടിക്കാഴ്ച മദർ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും തപൻ ഒരിക്കലും മദറിനെ പിടികൊടുക്കാതെ എപ്പോഴും വഴുതിമാറിക്കൊണ്ടിരുന്നു. മദർ തെരേസ ജീവിതത്തിലുടനീളം വിശുദ്ധിയുടെ വിളനിലമായി നന്മയുടെ പ്രതീകമായി ജീവിച്ചിരുന്നുവെങ്കിൽ തപൻ അയാളുടെ ജീവിതത്തിലുടനീളം തിന്മയുടെ പ്രതിരൂപമായി അശുദ്ധിയുടെ വിളനിലമായി ജീവിച്ച വ്യക്തിയാണ്. രണ്ടുപേരും നേരെ വിപരീത ദിശകളിൽ ജീവിച്ച രണ്ട് വ്യക്തികൾ. എന്നാൽ ഇതാ മരണശേഷം അവരുടെ യാത്ര ഒന്നിച്ചാകുന്നു. അതിനാൽ തന്നെ തപൻ സ്വല്പം പുച്ഛഭാവത്തിൽ തന്നെ മദറിനോട് പറയുകയാണ്, ഭൂമിയിൽ എത്ര നന്മ ചെയ്ത് ജീവിച്ചാലും എത്ര വിശുദ്ധിയിൽ ജീവിച്ചാലും എന്തേ, ഇപ്പോൾ ഇതാ മദറിൻ്റെയും എൻ്റെയും മരണാനന്തര യാത്ര ഇതാ ഒന്നിച്ചാണ്. എല്ലാവരുടെയും ഗതി ഒന്ന് തന്നെയല്ലേ.
മദർ അതിന് മറുപടിയായി തവനോട് ഇപ്രകാരം ചോദിച്ചു, തവന്റെ യാത്ര സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് തവൻ എന്തെങ്കിലും നിശ്ചയമുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് യാതൊരു നിശ്ചയവുമില്ല. ഇതാ മരണശേഷമുള്ള ആളുകളെല്ലാം വരി വരിയായി മുമ്പോട്ട് യാത്ര ചെയ്യുന്നു, അക്കൂട്ടത്തിൽ ഞാനും യാത്ര ചെയ്യുന്നു. എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് തന്നെയല്ലേ യാത്ര ചെയ്യുന്നത്? അപ്പോൾ മദർ തെരേസ അയാളോട് മറുപടിയായി പറഞ്ഞു, ഒരിക്കലുമല്ല. ഈ യാത്ര ചെയ്യുന്ന എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ല യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചെയ്യുന്നവരിൽ സ്വർഗരാജ്യത്തിന് അർഹരായിട്ടുള്ളവർ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. സ്വർഗരാജ്യത്തിന് അർഹതയില്ലാത്തവർ അവിടെ നിന്നും ഒന്നുകിൽ നരകത്തിലേക്ക് പോകും, അതല്ല എങ്കിൽ അവിടെ നിന്നും ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകും. ഇത് നിശ്ചയിക്കപ്പെടുന്നത് സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ചാണ് ഈ തീരുമാനമുണ്ടാവുക. അങ്ങനെയെങ്കിൽ മദർ എങ്ങോട്ടാണ്? സ്വർഗത്തിലേക്കോ അതോ നരകത്തിലേക്കോ അതോ ശുദ്ധീകരണ സ്ഥലത്തേക്കോ? അപ്പോൾ മദർ ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവൻ അറിയണം മദർ സ്വർഗത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് ഇത്ര ഉറപ്പിച്ചു പറയുവാൻ എന്താണ് കാരണമെന്ന്. അപ്പോൾ മദർ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് ഉറപ്പിച്ചു പറയുവാൻ ഒരു കാരണമുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഭൂമിയിൽ നിന്ന് വരുന്ന ഓരോരുത്തർക്കും ഒരു പാസ് ആവശ്യമായിട്ടുണ്ട്. മരണശേഷം നമുക്ക് ഭൂമിയിൽ നിന്നും കൊണ്ടുപോരുവാൻ പറ്റുന്ന ഭൂമിയിൽ നിന്നുള്ള ഏക വസ്തു എന്ന് പറയുന്നത് ഈ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള പാസ് മാത്രമാണ്. സിനിമാ തിയേറ്ററിൽ സിനിമ കാണുവാൻ നമുക്ക് കയറണമെങ്കിൽ ആ തിയേറ്ററിന്റെ പുറത്തൊരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നിന്നും പാസ് വാങ്ങിച്ച് ആ പാസ് സിനിമാ തിയേറ്ററിന്റെ വാതിൽക്കൽ നിൽക്കുന്നവരെ കാണിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മെ ആ സിനിമാ തിയേറ്ററിലേക്ക് കയറ്റി വിടുകയുള്ളൂ. ഇപ്രകാരം തന്നെ സ്വർഗത്തിന്റെ ഒരു കൗണ്ടറാണ് ഈ ഭൂമി. സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള പാസ് സമ്പാദിക്കുവാനാണ് ഈ ഭൂമിയിലേക്ക് ഓരോ മനുഷ്യനെയും ഇട്ടിരിക്കുന്നത്. ഇപ്രകാരം ഭൂമിയിലെ മനുഷ്യന്റെ ഹ്രസ്വമായ ജീവിതം കൊണ്ട് അവൻ നേടിയെടുക്കേണ്ടത് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഈ പാസ്സാണ്. ഇത് വളരെ കൃത്യമായി അറിയാമായിരുന്ന ഞാൻ ഭൂമിയിൽ ഓടി നടന്നത് മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഈ പാസ് സമ്പാദിക്കുവാൻ വേണ്ടിയാണ്. അതിനാൽ തന്നെ എനിക്ക് ഭൂമിയിൽ നിന്നും വളരെ മനോഹരമായ ഒരു പാസ് സമ്പാദിക്കുവാൻ സാധിച്ചു. ഭൂമിയിൽ നിന്നും പോന്നപ്പോൾ ഞാനിതാ ആ പാസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഈ പാസ് കാണിച്ചാൽ മതി, ആ നിമിഷം എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊള്ളൂ. ആ ഉറപ്പിലാണ് ഞാൻ പറയുന്നത്, ഞാൻ ഉറപ്പായും സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെയൊരു പാസിനെ കുറിച്ച് ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാനും ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു പാസ് സമ്പാദിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ മദർ തെരേസ തപ്പനോട് പറഞ്ഞു, ഭൂമിയിലുള്ള എല്ലാ ആത്മീയ ആചാര്യന്മാരും പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഈ പാസിനെ കുറിച്ചാണ്. മദർ തൻ്റെ കൈവശമുണ്ടായിരുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള പാസ് തവനെ കാണിച്ചു കൊടുത്തു. ആ പാസിന്റെ ഷേപ്പ് എപ്രകാരമാണെന്ന് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അതിനായി നാം ഇപ്രകാരം ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കുക. ഈ പേപ്പർ എടുത്തതിന് ശേഷം ഈ പേപ്പറിൻ്റെ റൈറ്റ് കോർണറിൽ നിന്നും ഇപ്രകാരം താഴേക്ക് ഒന്ന് മടക്കുക. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് ഭാഗം വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്നുകൂടെ മടക്കുക. ഇപ്പോൾ ഇപ്രകാരം ഒരു പിരമിഡ് ഷേപ്പിൽ നമുക്ക് ഈ പേപ്പർ കിട്ടും. ഈ പേപ്പറിനെ നാം വീണ്ടും നേരെ സെൻട്രലിലേക്ക് ഒന്നുകൂടെ മടക്കുക. അപ്പോൾ ഇതിങ്ങനെ വന്നു. അതിനുശേഷം നാം ഈ പേപ്പറിനെ 3 ഭാഗങ്ങളാകത്തക്ക രീതിയിൽ ഇപ്രകാരം ഒന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കുക. ഇപ്രകാരമായിരുന്നു മദർ തെരേസയുടെ കൈവശം വരുന്ന പാസിൻ്റെ ഷേപ്പ്. മദർ ഈ പാസ് കാണിക്കുക കൂടി ചെയ്തപ്പോൾ തപന് മനസ്സിലായി മദർ വെറുതെ പറയുന്നതല്ല, മദർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ തവൻ
ഭൂമിയിൽ ജീവിച്ചിരുന്ന പോലെ തന്നെയുള്ള അവൻ്റെ തനി സ്വഭാവം അവൻ പുറത്തെടുത്തു. ഭൂമിയിലായിരുന്നപ്പോൾ അവൻ മറ്റുള്ളവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നല്ലോ അവൻ്റെ പ്രധാന തൊഴിൽ. അതിനാൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ളതായ മദറിൻ്റെ കൈവശമുള്ള ഈ പാസ് ഏത് വിധേനയും തട്ടിയെടുക്കുക എന്നുള്ളതായി അവൻ്റെ ലക്ഷ്യം. അതിനായി അവനൊരു അടവ് പ്രയോഗിച്ചു. അവൻ മദറിനോട് പറഞ്ഞു, മദർ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഭൂമിയിലുള്ള എല്ലാവരും മദറിനെ ജീവിക്കുന്ന വിശുദ്ധി എന്നാണ് വിളിച്ചിരുന്നത്. അതിനാൽ തന്നെ മദർ തീർച്ചയായും മരണശേഷം സ്വർഗത്തിൽ പോകുമെന്ന് ഭൂമിയിലുള്ള എല്ലാവർക്കും അറിയാം. ഭൂമിയിലുള്ള എല്ലാവർക്കും മദർ സ്വർഗത്തിൽ പോകുമെന്ന് കൃത്യമായി അറിയാമായിരിക്കെ സ്വർഗത്തിലുള്ളവർക്കും തീർച്ചയായും മദർ സ്വർഗത്തിന് അവകാശിയാണെന്ന് അറിയാതിരിക്കില്ലല്ലോ. മദർ ഇപ്പോൾ മരിച്ചുവെന്നും മരണശേഷം ഇപ്പോൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണെന്നും സ്വർഗത്തിലുള്ളവരെല്ലാം ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. അവർ മദർ സ്വർഗത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും മദറിനെ സ്വീകരിക്കുവാനായി അവിടെ വലിയ സന്നാഹങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാവും. മദർ സ്വർഗത്തിലേക്ക് എത്തേണ്ട താമസം മദറിനെ അവർ വളരെ ആദരപൂർവ്വം സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും. അപ്രകാരം മദറിനെ വളരെ ആഘോഷമായി ആനയിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മദറിൻ്റെ കൈവശം ഈ പാസ് ഉണ്ടോ എന്നൊക്കെ അവരാരെങ്കിലും ചോദിക്കുമോ? അങ്ങനെ വരുമ്പോൾ മദറിന് ഈ പാസിൻ്റെ യാതൊരു ആവശ്യവും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ വരികയില്ല. എന്നാൽ എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. മദറിനറിയാം തീർച്ചയായും എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന്. അതിനാൽ മദറിൻ്റെ ആ പാസ് എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ മദറിന് ഈ പാസ് ആവശ്യമില്ലായകയാൽ തന്നെ എനിക്ക് ആ പാസ് പ്രയോജനപ്പെടുകയും എനിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ മദർ തെരേസ തപനോടായി പറഞ്ഞു, നീ ഇപ്രകാരമൊക്കെ സംസാരിക്കുന്നത് ഭൂമിയിലെ ഒരു കാഴ്ചപ്പാടിലാണ്. എന്നാൽ സ്വർഗത്തിൽ ഇപ്രകാരമല്ല. ഭൂമിയിൽ ഒരു നിയമമുണ്ടെങ്കിൽ ഭൂമിയിലെ പ്രമുഖരായ പല വ്യക്തികൾക്കും വേണ്ടി ആ നിയമം വയലേറ്റ് ചെയ്യുവാനുള്ളതായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എന്നാൽ സ്വർഗത്തിലൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഈ പാസ് ആവശ്യമാണ് എന്നൊരു നിയമം സ്വർഗത്തിലുണ്ടെങ്കിൽ അത് മദർ തെരേസയല്ല, മാർപ്പാപ്പയല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഈ പാസ് കാണിച്ചാൽ മാത്രമേ അവിടേക്ക് കയറ്റി വിടുകയുള്ളൂ. അതിനാൽ തന്നെ ഞാൻ പാസ്സില്ലാതെ സ്വർഗത്തിലേക്ക് ചെന്നാൽ എന്നെ ഒരു കാരണവശാലും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. എങ്കിൽ കൂടിയും നീ എന്നോട് പ്രകാരം സംസാരിക്കുകയും എൻ്റെ കൈവശമുള്ള ഈ പാസ് ആഗ്രഹിക്കുകയും ചെയ്തതിനാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ ഈ പാസിൻ്റെ ഒരു ഭാഗം ഞാൻ നിനക്ക് നൽകാം എന്ന് പറഞ്ഞ ശേഷം മദർ ഈ പാസ് പ്രകാരം നിവർത്തപ്പോൾ ഇത് 3 പാർട്ടായിട്ടാണ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം, 1/3 ഭാഗം കീറിയെടുത്ത് മദർ തപന് കൊടുത്തു. പാസിൻ്റെ 1/3 ഭാഗം കീറിയെടുത്തത് ഇപ്രകാരമായിരുന്നു. 1/3 ഭാഗം തപന് കീറിക്കൊടുത്തു. ബാക്കി 2/3 ഭാഗം മദറിൻ്റെ കൈവശം പിടിക്കുകയും ചെയ്തു. 1/3 കയ്യിൽ കിട്ടിയ തപൻ മദറിനോട് പറഞ്ഞു, മദർ എന്നോട് ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. മദർ ഭൂമിയിലായിരുന്നപ്പോൾ മദറിൻ്റെ മക്കൾക്ക് വേണ്ടി ഓരോരുത്തരുടെ അടുത്ത് സഹായം ചോദിച്ചു ചെല്ലുമ്പോൾ മദർ അവരോടൊക്കെ പറയുമായിരുന്നു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉള്ളതിൻ്റെ നേർപകുതി നമ്മൾ ദാനം ചെയ്യണമെന്നല്ലേ മദർ എല്ലാവരോടും പറഞ്ഞിരുന്നത്. എന്നാൽ മദറിൻ്റെ സ്വന്തം കാര്യം വന്നപ്പോൾ മദറിൻ്റെ പാസിൻ്റെ ഒരറ്റത്ത് നിന്ന് ശകലം കീറി എനിക്ക് തന്നിട്ട് നീ ഇതുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞത് ശരിയായോ? മദർ ഭൂമിയിൽ എല്ലാവരോടും പറഞ്ഞ വചനമനുസരിച്ചാണെങ്കിൽ മദറിൻ്റെ പാസിൻ്റെ പകുതി എനിക്ക് തരേണ്ടതല്ലായിരുന്നു. തപൻ്റെ ഈ സംസാരം കേട്ടപ്പോൾ മദറിന് സ്വല്പം കുറ്റബോധം തോന്നി. കാരണം താൻ ചെയ്തത് ശരിയായില്ലല്ലോ. തപൻ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ടല്ലോ. കാരണം താൻ തൻ്റെ പാസിൻ്റെ പകുതി ഭാഗം തപന് കൊടുക്കേണ്ടതായിരുന്നു. അതിനാൽ മദർ തപനോട് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാനത് മനസ്സിലാക്കുന്നു, ഇതാ ഞാൻ എൻ്റെ തെറ്റ് തിരുത്തുകയാണ്. ആകയാൽ ഇതാ എൻ്റെ കയ്യിലുള്ള ബാക്കി പാസിൻ്റെ നേർപകുതിയും കൂടി ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന പാസിൻ്റെ പകുതി ഭാഗം കൂടി മദർ കീറിയെടുത്ത് തപന് കൊടുത്തു. ഇപ്പോൾ പാസിൻ്റെ 2/3 ഭാഗവും
തപൻ്റെ കൈവശമായി. മൂന്നിലൊരു ഭാഗം മാത്രം മദർ തെരേസയുടെ കയ്യിൽ ബാക്കിയായി. തപൻ ശരിക്കും മദറിൻ്റെ പാസിൻ്റെ പകുതി കിട്ടിയാൽ മാത്രം മതി, പകുതി ഭാഗം കൊണ്ട് എന്നാലും തനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് കരുതിയാണ് ഇപ്രകാരം മദറിനെ വാചകത്തിലൂടെ വീഴ്ത്തിയത്. എന്നാൽ ഇപ്പോൾ ഇതാ തൻ്റെ വാചകം ഫലിച്ചിരിക്കുന്നു. മദറിൻ്റെ കൈവശമുണ്ടായിരുന്ന പാസിൻ്റെ 2/3 ഭാഗവും തനിക്ക് കൈക്കലാക്കുവാൻ സാധിച്ചു. ഇനിയും തനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ യാതൊരു തടസ്സവും ഉണ്ടാകില്ല. ഈ പാസുമായി ചെന്നാൽ തനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ തപൻ മദറിനോട് പറഞ്ഞു, മദർ പതുക്കെ വന്നാൽ മതി, ഞാൻ ആദ്യമേ പോയി സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മദറിനെ വിട്ടിട്ട് തപൻ തനിക്ക് കിട്ടിയ പാസിൻ്റെ 2/3 ഭാഗവുമായി മുൻപോട്ട് ഓടുകയാണ്. ഇപ്രകാരം തനിക്ക് കിട്ടിയ പാസുമായി തപൻ സിക്തർ അതിവേഗം സ്വർഗത്തിൻ്റെ വാതിലിന് സമീപത്ത് പാഞ്ഞെത്തി. സ്വർഗത്തിൻ്റെ വാതിൽ കാവൽക്കാരനായ വിശുദ്ധ പത്രോസിനെ സമീപിച്ച് ഈ പാസ് കൊടുത്ത ശേഷം തപൻ പറഞ്ഞു, ഇതാ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ളതായ എൻ്റെ പാസ്, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അപ്പോൾ വിശുദ്ധ പത്രോസ്ലീഹ തപൻ്റെ പക്കൽ നിന്നും ഈ പാസ് വാങ്ങി. പത്രോസ്ലീഹ നോക്കുമ്പോൾ ഇതാ തപൻ കൊണ്ടുവന്ന ഈ പാസ് മുഴുവൻ കീറി പല കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ പത്രോസ്ലീഹ തപനോട് ചോദിച്ചു, ഇതെന്താ നീ കൊണ്ടുവന്ന ഈ പാസ് ഇങ്ങനെ പല കഷ്ണങ്ങളായി കീറിയിരിക്കുന്നത്? അപ്പോൾ തപൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഓട്ടത്തിലായിരുന്നു. ആ ഓട്ടത്തിനിടയ്ക്ക് എൻ്റെ കൈവശമിരുന്ന് ആ പാസ് വിയർപ്പൊക്കെ പറ്റി കീറിയതാണ്. അതുകൊണ്ട് ഇത് ഒറിജിനലായിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള എൻ്റെ പാസ്സാണ്, എന്നെ ഉള്ളിലേക്ക് കടത്തിവിടുക എന്ന് തപൻ വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, എന്തായാലും നീ അവിടെ നിൽക്കുക, ഞാൻ ഈ പാസ് ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. പത്രോസ്ലീഹ ആ പാസിലെ കീറിയ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് പരിശോധിച്ചപ്പോൾ പത്രോസ്ലീഹായ്ക്ക് കാണുവാൻ കഴിഞ്ഞത് ഇപ്രകാരമാണ്. പത്രോസ്ലീഹായ്ക്ക് ആദ്യം ലഭിച്ചത് ഇപ്രകാരമുള്ള 2 കഷ്ണങ്ങളായിരുന്നു. ആ 2 കഷ്ണങ്ങൾ ഇപ്രകാരം വെച്ചു. അതിനിടയ്ക്ക് ഇപ്രകാരം ഒരു ചെറിയ കഷ്ണം കൂടി ഉണ്ടായിരുന്നു. അതുകൂടെ വെച്ചപ്പോഴത്തേക്കും എച്ച് എന്ന ഷേപ്പിലുള്ള ഒരക്ഷരം അവിടെ രൂപപ്പെട്ടതായി പത്രോസ്ലീഹ കണ്ടു. അതിനുശേഷം കിട്ടിയ 2 കഷ്ണങ്ങൾ ഇപ്രകാരം ഉള്ള 2 എൽ ഷേപ്പിലുള്ള 2 പേപ്പറുകളായിരുന്നു. ആ എൽ ഷേപ്പിലുള്ളത് തല തിരിച്ചു വെച്ചപ്പോൾ ഈ ഷേപ്പിൽ വന്നു. അതോടൊപ്പം ഇപ്രകാരം ഒരു ചെറിയ പീസ് കൂടെ കിട്ടി. ആ പീസ് അതോട് ചേർത്ത് വെച്ചപ്പോൾ അത് ഇ എന്ന ഷേപ്പിലേക്ക് വന്നു. ആദ്യം കിട്ടിയ 3 കഷ്ണങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ എച്ച് എന്നും രണ്ടാമത് കിട്ടിയ 3 കഷ്ണങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ ഇ എന്ന അക്ഷരവുമാണ് പത്രോസ്ലീഹായ്ക്ക് അവിടെ കാണുവാൻ സാധിച്ചത്. അതിനുശേഷം പത്രോസ്ലീഹ കാണുന്നത് ഇപ്രകാരമുള്ള 2 കഷ്ണങ്ങൾ കൂടിയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ എന്ന അക്ഷരത്തെ സൂചിപ്പിക്കുന്ന 2 കഷ്ണങ്ങൾ. അപ്പോൾ ആദ്യം കിട്ടിയ അക്ഷരം എച്ച്, രണ്ടാമത് കിട്ടിയത് ഇ, പിന്നീട് കിട്ടിയത് 2 എൽ. ഈ 4 അക്ഷരങ്ങളും ചേർത്ത് വെച്ചപ്പോൾ പത്രോസ്ലീഹ കാണുന്നത് ഇപ്രകാരമായിരുന്നു: HELL. പത്രോസ്ലീഹ ഇത് തപനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നീ കൊണ്ടുവന്ന പാസ് ഞാൻ നിവർത്തി നോക്കിയപ്പോൾ ഇതാ ഇപ്രകാരമാണ് കാണുന്നത്. ഹെൽ എന്ന് പറഞ്ഞാൽ നരകമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇത് നരകത്തിലേക്ക് പോകുവാനുള്ള പാസ്സാണ്. നരകത്തിലേക്ക് പോകുവാനുള്ള പാസും കൊണ്ട് വന്നാൽ ഞാൻ എങ്ങനെയാണ് നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക? തപന് തിരിച്ചൊന്നും പറയുവാനാവാതെ പത്രോസ്ലീഹ പറഞ്ഞത് കേൾക്കുവാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. തനിക്ക് തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ലെന്നും ഈ പാസ് സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് തനിക്ക് പ്രയോജനപ്പെടില്ല എന്നും തപന് ബോധ്യമാവുക മാത്രമല്ല ചെയ്തത്, ഇതാ താൻ മദർ തെരേസയുടെ പാസ് തട്ടിയെടുത്തപ്പോൾ അത് ഇതാ തൻ്റെ യഥാർത്ഥമായ അവസ്ഥ എല്ലാവരും കാണുകെ എഴുതി കാണിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. മദർ സ്വർഗത്തിൽ പ്രവേശിക്കുവാനാണെന്ന് പറഞ്ഞ പാസിൻ്റെ 2/3 ഭാഗം കൊണ്ടുവന്നിട്ടും തനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ആ പാസിൻ്റെ കേവലം 1/3 കൊണ്ട് മാത്രം വരുന്ന മദർ തെരേസയ്ക്ക് എങ്ങനെയാവും സ്വർഗത്തിൽ പ്രവേശിക്കാനാവുക?
അതിനാൽ തന്നെ തീർച്ചയായും മദറിന് സ്വർഗത്തിൽ പ്രവേശിക്കാനാവില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ മദർ ബാക്കിയുള്ള ഈ 1/3 പാസുമായിട്ട് വരട്ടെ, മദർ എന്താണ് ചെയ്യുന്നതെന്ന് കാണാം എന്ന് കരുതി ഈ തപൻ സ്വർഗത്തിൻ്റെ വാതിലിൽ ഒരു സൈഡിലേക്ക് മാറി നിന്നു. അപ്പോൾ മദർ തൻ്റെ കൈവശമുണ്ടായിരുന്ന ബാക്കി 3 പാസുമായതാ മെല്ലെ മെല്ലെ സ്വർഗത്തിൻ്റെ വാതിലിനെ സമീപിക്കുകയാണ്. മദർ സ്വർഗത്തിൻ്റെ വാതിലിനെ സമീപിച്ച് വിശുദ്ധ പത്രോസ്ലീഹയുടെ പക്കൽ ഈ പാസ് സമർപ്പിച്ചു. വിശുദ്ധ പത്രോസ്ലീഹ ആദരപൂർവം ആ പാസ് വാങ്ങി നിവർത്തപ്പോൾ അത് കണ്ടത് ഇപ്രകാരമായിരുന്നു. ആ പാസ് മഹത്വത്തിൻ്റെ ചിഹ്നമായ കുരിശിൻ്റെ രൂപത്തിലായിരുന്നു. ഉടനെ തന്നെ ഒരു വൃന്ദം മാലാഖമാർ മദർ തെരേസായെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഈ കഥ ആരുടെയോ ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥയായിരിക്കാം. എങ്കിൽ കൂടിയും മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും ഈ കഥയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വ്യാഖ്യാനങ്ങൾ ഈ കഥയിൽ പല സ്ഥലത്തും നമുക്ക് കാണുവാൻ സാധിക്കും. മദർ തെരേസായുടെ ഈ ലോക ജീവിതത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നതായിരുന്നു സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഈ പാസ്. ഇപ്രകാരമുള്ള മദർ തെരേസായുടെ ഈ ലോക ജീവിതത്തിൻ്റെ അധ്വാന ഫലമാണ് തപൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ആദ്യം അവൻ നല്ല വാക്കുകളിലൂടെ 1/3 ഭാഗം തട്ടിയെടുത്തു. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്നതിന് നേർപകുതിയും കൂടി അവൻ തട്ടിയെടുത്തു. എന്നാൽ അത് പ്രയോജനപ്പെടേണ്ട സ്ഥലത്തെത്തിയപ്പോൾ അത് അവന് പ്രയോജനപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അത് അവൻ്റെ യഥാർത്ഥമായ അവസ്ഥ ലോകത്തെ മുഴുവൻ വിളിച്ചറിയിക്കുവാനായി പരസ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മദർ തെരേസ തവൻ്റെ തട്ടിപ്പിന് ഇരയായി നിന്നുകൊടുത്തപ്പോൾ മദറിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ആ പ്രതിഫലമായ പാസ് കൂടുതൽ മഹത്വീകരിക്കപ്പെടുകയും മഹത്വത്തിൻ്റെ ചിഹ്നമായ കുരിശായി മാറുകയും ചെയ്തു. നമ്മുടെ ഈ ലോക ജീവിതത്തിലും നാം ഇപ്രകാരമുള്ള പല തട്ടിപ്പിനും വിധേയരാകാറുണ്ട്. അപ്പോൾ നാം നമ്മെ തട്ടിക്കുന്നവരോട് ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് മാത്രമല്ല, അവരെ ശിക്ഷിക്കുവാനുള്ളതായ എല്ലാ മാർഗങ്ങളും തേടുകയും ചെയ്യും. ഈ കഥയോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ സ്വർഗവും നരകവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചെറിയ കഥ കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമില്ലെന്നും സ്വർഗവും നരകവും എന്ന് പറയുന്നതൊക്കെ വെറും തട്ടിപ്പാണെന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന ഒരു കടുത്ത നിരീശ്വരവാദി ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയും, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ ദൈവം എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് എനിക്ക് പ്രത്യക്ഷപ്പെടണം. സ്വർഗവും നരകവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഈ സ്വർഗവും നരകവും നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെടണം. ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്ന ഈ വ്യക്തി ഒരു ദിവസം രാത്രിയിൽ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈ വ്യക്തിയുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോയി. മാലാഖ ഈ വ്യക്തിയെ ആദ്യം അതിമനോഹരമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. അദ്ദേഹം ഈ ഭൂമിയിൽ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത അത്ര മനോഹരമായ നയനമനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത്. നയനമനോഹരമായിരുന്നു എന്ന് മാത്രമല്ല, തൻ്റെ കാതുകൾക്ക് അങ്ങേയറ്റം ഇമ്പം നൽകുന്ന മധുരസംഗീതം പൊഴിക്കുന്ന ഒരു സ്ഥലവും കൂടിയായിരുന്നു. മാത്രവുമല്ല, ഭൂമിയിൽ ഒരിടത്തും ആസ്വദിക്കാൻ സാധിക്കാത്ത അത്ര വലിയൊരു സുഗന്ധവും അവിടെ നിറഞ്ഞിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം കരുതി ഇത് സ്വർഗമായിരിക്കുമെന്ന്. അദ്ദേഹം തൻ്റെ സംശയം തന്നെ കൂട്ടിക്കൊണ്ടുപോയ മാലാഹയോട് പറയുവാൻ മടിച്ചില്ല. മാലാഹ അയാളെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് സ്വർഗമല്ല, ഇതാണ് നരകം. അയാൾക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ പോലും പറഞ്ഞിട്ടുണ്ട്, കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള അങ്ങേയറ്റം മ്ലേച്ഛമായൊരു സ്ഥലമാണ് നരകമെന്ന്. എന്നിട്ടിതാ ഇപ്പോൾ ഈ മാലാഹ പറയുന്നു,
ഇത്ര മനോഹരമായ ഈ സ്ഥലമാണ് നരകമെന്ന്. അപ്പോൾ മാലാഹ അയാളോട് പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും ഉറപ്പിച്ചുകൊള്ളുക, ഇത് തന്നെയാണ് നരകം. എന്നാൽ അവിടെ നരകവാസികൾ ആരെയും അദ്ദേഹത്തിന് കാണുവാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്റെ സംശയം വീണ്ടും മാലാഹയോട് ചോദിച്ചു, എന്തേ ഇവിടെ നരകവാസികൾ ആരെയും കാണുന്നില്ലല്ലോ? അപ്പോൾ മാലാഹ പറഞ്ഞു, ഞാൻ അവരെ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്ന നരകത്തിലെ ഊട്ടുപുരയിലേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി. നരകത്തിലെ ഊട്ടുപുരയിലെത്തിയ ഇയാൾ കാണുന്നത് ആ ഊട്ടുപുരയുടെ മധ്യത്തിൽ വലിയൊരു പാത്രം നിറയെ നരകത്തിലുള്ളവർക്ക് ഭക്ഷിക്കുവാനുള്ളതായ ഭക്ഷണം വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മാലാഹ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ പാത്രത്തിൽ നോക്കിക്കൊള്ളൂ, എന്താണ് അതിലെ ഭക്ഷണം എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അയാൾ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് നരകത്തിലുള്ളവർക്ക് ഭക്ഷിക്കുവാനായ ആ പാത്രത്തിൽ നിറയെ വെച്ചിരിക്കുന്നത് അമൃതാണ്. അപ്പോൾ നരകത്തിലെ ഭക്ഷണത്തിനുള്ള സമയമായിരുന്നു. ഭക്ഷണം കഴിക്കുവാനായി അതാ നരകത്തിലെ നരകവാസികൾ ഓരോരുത്തരായി ഈ ഊട്ടുശാലയിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. അപ്പോഴാണ് നരകത്തിൽ വസിക്കുന്നവരുടെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് അയാൾ കാണുന്നത്. ഈ നരകത്തിൽ വസിക്കുന്ന മുഴുവൻ ആളുകളുടെ ശരീരം അങ്ങേയറ്റം ക്ഷീണിച്ച് എല്ലും തോലുമായാണ് ഇരിക്കുന്നത്. അവർ ഭക്ഷണം കണ്ടിട്ട് തന്നെ വർഷങ്ങളായി എന്ന് തോന്നുന്നു. മാത്രവുമല്ല, അവരുടെ മുഖത്ത് നിഴലിക്കുന്നത് വലിയ ഭീതിയും ഭയവുമാണ്. അപ്പോൾ നിരീശ്വരവാദിയായി ഈ മനുഷ്യൻ ഈ മാലാഹയോട് ചോദിച്ചു, എന്തേ ഇവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല, ഇവരെ ഇവിടെ പട്ടിണി കിട്ടു കൊല്ലുകയാണ്, ഇവർ ഇതുപോലെ ക്ഷീണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മാലാഹ അയാളോട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കാണുക, ഇതാ ഇവർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ വിളമ്പി വെച്ചിരിക്കുന്നത്, അവർക്ക് ആവശ്യാനുസരണം ഇഷ്ടം പോലെ എടുത്ത് കഴിക്കുക. അപ്പോഴാണ് അയാൾ ശ്രദ്ധിക്കുന്നത്, ഭക്ഷണം കഴിക്കുവാനായി ഈ ഊട്ടുശാലയിലേക്ക് വരുന്ന എല്ലാവരുടെയും രണ്ട് കൈയിലും അവരുടെ കൈകളേക്കാൾ നീളമുള്ള രണ്ട് നീളമുള്ള തവി വെച്ച് കെട്ടിയിരിക്കുകയാണ്. ആ തവി അവരുടെ കഷം മുതൽ കൈ വിരലും കഴിഞ്ഞ് പിന്നെയും ഒരു 1/2 മീറ്ററോളം നീണ്ടു നിൽക്കുന്ന തവിയാണ്. അതിനാൽ തന്നെ അവർക്ക് തങ്ങളുടെ കൈകൾ മടക്കി ഈ തവി തങ്ങളുടെ വായോട് അടുപ്പിക്കുവാൻ സാധിക്കുകയില്ല. അവർ ഭക്ഷണം കഴിക്കുവാനായി ഊട്ടുശാലയിൽ വരികയും അവരുടെ രണ്ട് കൈയിലും കെട്ടിരിക്കുന്ന തവി കൊണ്ട് ഇതിൽ നിന്നുള്ള അമൃത് കോരിയെടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും തങ്ങളുടെ ചുണ്ടിനോട് അടുപ്പിക്കുവാൻ അവർക്ക് സാധിക്കാത്തതിനാൽ അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്നില്ല. തന്നിമിത്തം അവർ തങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത വിഷമത്തിൽ തങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരെ ഈ തവി കൊണ്ട് അടിക്കുകയാണ്. ഇപ്രകാരം അവിടെ അതിഭീകരമായ ഒരവസ്ഥ നടമാടുകയാണ്. അപ്പോൾ ഈ നിരീശ്വരവാദിയായ മനുഷ്യൻ അങ്ങേയറ്റം ക്രുദ്ധനായിക്കൊണ്ട് പറഞ്ഞു, ഇതെന്തൊരു കഷ്ടമാണ്, ഭക്ഷണം കഴിക്കുവാനായിട്ട് അവരെ അനുവദിക്കാതിരിക്കുന്നത് എത്രയോ കഠോരമായ ശിക്ഷയാണ്. ദൈവം ഇങ്ങനെ ഇവരെ ശിക്ഷിക്കാൻ പാടുണ്ടോ? ദൈവം ഇത്ര ക്രൂരനാണോ? അപ്പോൾ മാലാഹ ആ മനുഷ്യനോട് പറഞ്ഞു, ഇത് നരകമാണ്, ഇത് ദൈവത്തിൻ്റെ അധികാരപരിധിയിലുള്ള സ്ഥലമല്ല. നരകത്തിൻ്റെ അധിപൻ സാത്താനാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം സാത്താന് മാത്രമാണ്. അതിൽ ദൈവം ഒരിക്കലും ഇടപെടുകയില്ല, ദൈവത്തിന് ഇടപെടുവാൻ സാധിക്കുകയുമില്ല. അതിനുശേഷം മാലാഹ പറഞ്ഞു, നരകത്തിലെ കാഴ്ചകളൊക്കെ നമുക്കിത് കൂടുതലൊന്നും കാണുവാനില്ല, അതിനാൽ നമുക്കിനി സ്വർഗത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെയും കൂട്ടിക്കൊണ്ട് മാലാഹ സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിലെത്തിയത് ഈ മനുഷ്യൻ കാണുന്നത് അതാ നരകത്തിൽ കണ്ടതുപോലെ തന്നെ യാതൊരു വ്യത്യാസവുമില്ലാത്ത സ്ഥലം. നരകത്തെക്കാളും കുറെ കൂടെ അതിമനോഹരമായൊരു സ്ഥലമായിരിക്കും സ്വർഗമെന്നാണ് അയാൾ കരുതുന്നത്. എന്നാൽ ഇതാ സ്വർഗവും നരകവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, എല്ലാം ഒരുപോലെ തന്നെ. അതിനുശേഷം മാലാഹ ഇയാളെ സ്വർഗത്തിലെ ഊട്ടുപുരയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. അവിടെയും ഊട്ടുശാലയുടെ മധ്യത്തിൽ സ്വർഗവാസികൾക്ക് ഭക്ഷിക്കുവാനുള്ളതായ ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെയും ഈ ഊട്ടുശാലയുടെ നടുക്കുള്ള പാത്രത്തിൽ പോയി നോക്കി. സ്വർഗത്തിലും സ്വർഗവാസികൾക്ക് ഭക്ഷിക്കുവാനായി വെച്ചിരിക്കുന്നത് അമൃത് തന്നെയാണ്.
അത് കഴിഞ്ഞപ്പോൾ അതാ സ്വർഗവാസികളെല്ലാവരും ഭക്ഷണം കഴിക്കുവാനായി ഊട്ടശാലയിലേക്ക് കടന്നു വരികയാണ്. സ്വർഗവാസികൾ നരകത്തിൽ കണ്ടവരെ പോലെയല്ല. അവർ വളരെ ഉന്മേഷവാന്മാരാണ്, വളരെ സന്തോഷവാന്മാരാണ്. അവരുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. പക്ഷേ അവരുടെയും കൈകളിൽ അയാൾ നോക്കുമ്പോൾ കാണുന്നത് നരകത്തിലുണ്ടായിരുന്നവരുടെ കയ്യിൽ കെട്ടിയിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ നീളമുള്ള തവിയാണ് രണ്ട് കൈയിലും കെട്ടിയിരിക്കുന്നത്. എന്നാൽ അവർ ഓരോരുത്തരായി ഈ ഊട്ടുശാലയിലേക്ക് കടന്നു വരികയും തങ്ങളുടെ കയ്യിൽ കെട്ടിയിരുന്ന തവി കൊണ്ട് അമൃത് കോരിയെടുത്ത് തങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരെ ഊട്ടുകയും ചെയ്യുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് സ്വർഗവും നരകവും എന്താണ് എന്നുള്ളത്. തങ്ങളുടെ സ്വാർത്ഥപരമായ ചിന്തയും താല്പര്യങ്ങളുമാണ് ഒരുവനെ നരകതുല്യം ജീവിക്കുവാൻ കാരണമാക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനോഭാവമാണ് ഒരുവനെ സ്വർഗീയ അവസ്ഥയിൽ ജീവിക്കുവാൻ പ്രാപ്തനാക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇവിടെ സ്വർഗത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കണമോ അതോ നരകത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് അവനവൻ്റെ ഇഷ്ടപ്രകാരമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും സ്വർഗത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കണമെങ്കിൽ തൻ്റെ സഹജീവികളോട് സഹവർത്തിത്വത്തോടു കൂടി കരുണാന്തരമായി വർത്തിക്കുവാനുള്ള മനസ്സുണ്ടാകണം. അതല്ല, നരകത്തിൽ ജീവിക്കുന്നത് പോലെയാണ് ഇവിടെ ജീവിക്കേണ്ടതെങ്കിൽ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളുമായി ഇവിടെ മുമ്പോട്ട് പോകാം. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇതാ തീയും വെള്ളവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക. ഇപ്രകാരമൊക്കെ പറയുമ്പോൾ പലരും പറയും, അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ തന്നെയല്ലേ സ്വർഗവും നരകവും എന്ന്. നരകത്തിൽ വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും മുഖത്ത് കണ്ട ഭീതിയും ഭയവും ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും മുഖത്ത് നിഴലിക്കുന്നത് എപ്പോഴാണെന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ മതി. മനുഷ്യനെ ഈ ഭൂമിയിൽ ഏറ്റവും അധികം ഭീതിപ്പെടുത്തുന്നത് മരണഭയമാണ്. തൻ്റെ മരണത്തെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്ന ഒരു വ്യക്തിക്കും ഈ ഭൂമിയിൽ സ്വർഗത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ സാധിക്കില്ല. മരണം ഒരുവനെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ അതിന് കാരണം മരണശേഷം ഒന്നുമില്ല എന്നുള്ള ചിന്തയാണ്. മദർ തെരേസ തപനോട് പറഞ്ഞതുപോലെ, സ്വർഗത്തിൻ്റെ വെറും ഒരു കൗണ്ടർ മാത്രമായ, സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ളതായ പാസ് സമ്പാദിക്കുവാനുള്ള വെറും ഒരു കൗണ്ടർ മാത്രമായ ഈ ഭൂമിയിലെ നൈമിഷികമായ ജീവിതത്തിൽ ഇതാണ് സ്വർഗം, ഇതിനപ്പുറം ഒരു ജീവിതമില്ല എന്നുള്ള മിഥ്യാധാരണയോടുകൂടി ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ അവൻ മരണത്തെ ഭയപ്പെടുക തന്നെ ചെയ്യും. മരണശേഷം ഒന്നുമില്ല എന്നുള്ള ചിന്തയിൽ അവൻ വെന്തുരുകുക തന്നെ ചെയ്യും. അവന് നരകതുല്യമായൊരു ജീവിതമേ ഇവിടെ നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തിൽ ദൈവീക ചിന്തകളാൽ അവൻ ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവന് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കുവാൻ സാധിക്കും. ലോകം മുഴുവൻ സാത്താൻ്റെ ശക്തി വലയത്തിലാകിയാൽ അവൻ അവൻ്റെ പ്രലോഭനങ്ങളിൽ കുരുക്കി നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. ഈ ലോക ജീവിതത്തിനപ്പുറം മറ്റൊരു സ്വർഗമില്ല എന്നൊരു മിഥ്യാധാരണ നമ്മിൽ അവൻ വളർത്തുന്നു. നമ്മെ പ്രലോഭിപ്പിക്കുന്ന സാത്താൻ്റെ കുതന്ത്രങ്ങളെ ദൈവത്തിൻ്റെ ആയുധങ്ങളാവുന്ന സത്യമാവുന്ന അരപ്പട്ട, നീതിയാകുന്ന കവചം, സമാധാനമാവുന്ന പാദരക്ഷ, വിശ്വാസമാകുന്ന പരിച, വചനമാകുന്ന വാൾ എന്നിവ കൊണ്ട് നമുക്ക് നേരിടാം. നാം ഓരോരുത്തരും സാത്താനെതിരെ യുദ്ധം ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ പടയാളികളാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ സാത്താൻ്റെ പ്രലോഭനങ്ങളെ ദൈവത്തിൻ്റെ ആയുധങ്ങൾ കൊണ്ട് നമുക്ക് നേരിടുവാൻ സാധിക്കുമ്പോൾ നമുക്ക് അവനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.